കാലം തെറ്റി പേമാരി. കേരളത്തിൽ ഇന്നും മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം 19ഓടെ രൂപപ്പെടും. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 8 മരണം. തിരുവനന്തപുരം ആറാംകല്ലിൽ ആൽമരം കാറിന് മുകളിലേക്ക് കടപുഴകി യുവതിക്ക് ദാരുണാന്ത്യം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണും കിണറിൽ വീണും 2 മരണം. തിരുവല്ലയിലും പുൽപ്പള്ളിയിലും പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 പേർ മരിച്ചു. പാലക്കാട് കണ്ണമ്പ്രയിൽ ചുമരിടിഞ്ഞു വീണ് അമ്മയ്ക്കും മകനും ജീവൻ നഷ്ടമായി. ദുരിതപ്പെയ്ത്തിൽ കേരളം. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറത്തും കോഴിക്കോടും 30ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. എടവണ്ണപ്പാറയിൽ ബസ്സിനു മുകളിൽ മരം വീണ് അപകടം. ചാലിയാറും ഇരുവഴിഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകി. തൃശൂർ പുതുകാട് 100 ഏക്കർ നെൽകൃഷി വെള്ളത്തിനടിയിൽ. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. മാസപ്പടി കേസിലെ അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ജീവനക്കാരെ അടക്കം തുടർച്ചയായി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്ന ED നടപടി നിയമവിരുദ്ധമെന്ന ആക്ഷേപം. ED പരിശോധനയില്ലാത്ത സേവനത്തിന് വീണ വിജയന്റെ സ്ഥാപനത്തിന് CMRL 1,72 ലക്ഷം രൂപ നൽകിയത് കള്ളപ്പണ ഇടപാടാണോ എന്ന് കണ്ടെത്താൻ. ആമയിഞ്ചൻ തോടിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ. കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കും. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേക്കെന്ന് സർക്കാർ. ലേബർ കമ്മീഷനും കേന്ദ്രത്തിനും കത്ത് നൽകി. പരസ്പരം പഴിചാരൽ തുടർന്ന് സർക്കാരും റെയിൽവേയും. വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. ഹാരിസ് ബീരാന്റെ രാജ്യസഭാ MP സ്ഥാനം സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അടങ്ങുന്നില്ല. കോഴിക്കോട് സ്വീകരണ ചടങ്ങിൽ നിന്ന് ലീഗിലെ ഒരു വിഭാഗം പങ്കെടുക്കാതെ മാറി നിന്നത് ചർച്ചയായി. എറണാകുളത്ത് സ്വീകരണം നൽകാതിരുന്നത് ജില്ലയിലെ സംഘടനാ സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ മൂലമെന്ന് KM ഷാജി. മെഡിക്കൽ കോളേജുകളിലെ ലിഫ്റ്റുകളിൽ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് സംവിധാനം നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തീരുമാനം ലിഫ്റ്റുകളിൽ രോഗികളും ഡോക്ടറും കുടുങ്ങിയ സംഭവത്തിനു പിന്നാലെ. ആശുപത്രികളിലെ സുരക്ഷിതത്വം പരിശോധിക്കാൻ ഓരോ വിഭാഗങ്ങളിലും ചെക്ക് ലിസ്റ്റുകൾ ഏർപ്പെടുത്തും. മന്ത്രിയുടെ നിർദ്ദേശം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ സുരക്ഷിതത്വം വിലയിരുത്താൻ ചേർന്ന പ്രത്യേക യോഗത്തിൽ. തിരുവനന്തപുരം ആറാംകല്ലിൽ ആൽമരം കാറിന് മുകളിൽ കടപുഴകി വീണ് യുവതിക്ക് ദാരുണാന്ത്യം. തൊളിക്കോട് സ്വദേശിനി മോളിയാണ് മരിച്ചത്. അപകടം നിർത്തിയിട്ട കാറിലിരുന്ന് ഭക്ഷണം കഴിക്കവേ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പരിക്കുകളോടെ ആശുപത്രിയിൽ. വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ ഹനുമാൻ കുരങ്ങിന് രക്ഷകരായി നാട്ടുകാർ. കരിപ്പൂർ വിമാനത്താവള ജംഗ്ഷന് സമീപമാണ് സംഭവം. ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റു കിടന്ന കുരങ്ങിന് പ്രാഥമിക ശുശ്രൂഷ നൽകി വനം വകുപ്പിന് കൈമാറി. ഷോക്കേറ്റ് കാലിന് പരുക്കുപറ്റിയ കുരങ്ങ് അവശ നിലയിലായിരുന്നു. കൊല്ലത്ത് ദേശീയപാതാ നിർമ്മാണം പലയിടത്തും അപകടക്കെണിയിൽ. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം മൂലം കൊട്ടിയത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 30ലധികം വാഹനാപകടങ്ങളും 2 മരണങ്ങളും സംഭവിച്ചു. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. വേങ്ങൂർ KSEB ഓഫീസിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കാട്ടാനശല്യം രൂക്ഷമായ പാണിയേരി കൊച്ചുപുരക്കടവ് പ്രദേശങ്ങളിൽ 3 ദിവസമായി വൈദ്യുതിയില്ല. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് 12ഓളം ആനകൾ വന്നിരുന്നു. ആന മുന്നിൽ വന്ന് നിന്നാൽ പോലും രക്ഷപ്പെടാൻ വെളിച്ചമില്ലെന്ന് നാട്ടുകാരുടെ പരാതി.
മലപ്പുറം വളാഞ്ചേരിയിൽ പഞ്ചായത്ത് കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. കാടാമ്പുഴ മേൽമുറി സ്വദേശി ഷൈജുവാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഒപ്പമുള്ളവർ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. പോലീസും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. പുൽപ്പള്ളിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഇൻക്വസ്റ്റിനായി പോലീസ് എത്താൻ വൈകിയതായി ആരോപണം. വാഴൂർ ബ്ലോക്കിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് 30,000 തൈകൾ കർഷകർക്കും ഗ്രൂപ്പുകൾക്കുമായി ബ്ലോക്കിൽ വിതരണം ചെയ്തു. കൃഷിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് MLA നിർവഹിച്ചു. ആലപ്പുഴയിൽ 2025 വരെ പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പ്. തീരുമാനം ജില്ലയിൽ പക്ഷിപ്പനി വ്യാപകമായ സാഹചര്യത്തിൽ വൈറസിന്റെ ശക്തി കുറയുന്നത് വരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശ. കർഷകർക്ക് വേണ്ടി വാദിക്കാൻ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കർഷകൻ കയ്യേറ്റക്കാരനല്ല, അന്നദാതാവാണ്. കർഷകർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഇൻഫാം ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകരെ ആദരിക്കുന്നതിനായി ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റാഫേൽ തട്ടിൽ. ഇന്ത്യ-റഷ്യ ബന്ധം സൗഹൃദം ഉപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്ന് ഇന്ത്യയോട് US. UN ചാർട്ടർ അംഗീകരിക്കാൻ പുടിനോട് പറയണമെന്നും US വക്താവ് മാത്യു മില്ലർ. അമേരിക്കയുടെ പ്രതികരണം ഇന്ത്യ-റഷ്യ ബന്ധം ശക്തമാകുന്നതിനിടെ. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികളോട് മറുപടി നൽകാൻ നിർദ്ദേശം. നടപടി വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ അമീറുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചത് താൻ നിരപരാധിയാണെന്നതിന്റെ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച്. കാസർഗോഡ് ഭരണകക്ഷി അനുകൂല പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നിയോഗിക്കുന്നതായി പരാതി. നിയമനം തെരഞ്ഞെടുപ്പ് മാനദണ്ഡ പ്രകാരം മറ്റു ജില്ലകളിൽ സേവനം പൂർത്തിയാക്കി മടങ്ങിയവർക്ക്. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിന്റെ ജോലിഭാരം നിലനിൽക്കെയാണ് സ്വന്തക്കാർക്കുള്ള നിയമനം. ജില്ലാ പോലീസ് മേധാവി പോലും അറിയാതെയാണ് നീക്കമെന്നും പരാതി. നവമാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്ഷേപ പരാമർശങ്ങൾ ഭയാനകമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. ഇത്തരം പരാതികളിൽ വനിതാ കമ്മീഷൻ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് പി കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ടറേറ്റിൽ നടത്തിയ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. തൃശൂർ കാട്ടൂർ വലക്കവയിൽ യുവാക്കളെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായത് തൃശൂർ മുനയം സ്വദേശി പ്രണവ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ചേലക്കരയിലെ അസുരൻകുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം ഉയർത്തി. വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വടക്കഞ്ചേരി വാഴാനി ഡാമിലും ജലനിരപ്പ് ഉയർന്നു. 57.30 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്.
പാലക്കാട് മണ്ണാർക്കാട് പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. തെങ്കര തോട്ടുകാട് സ്വദേശി കരീമിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് യത്തീംഖാനയിലെ വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കം. സാധാരണക്കാരുടെ ക്ഷേമവും സമഗ്ര വികസനവും ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് കർമ്മ പദ്ധതി ഊർജം പകരുമെന്ന് സർക്കാർ. 4ാം 100 ദിന കർമ്മ പരിപാടിയിൽ ആകെ 1070 പദ്ധതികൾ നടപ്പിലാക്കുന്നത് 2ാം പിണറായി സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച്. UAE കോൺസ്യുലേറ്റിന്റെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ ഇഡിക്ക് സുപ്രീം കോടതി നിർദ്ദേശം. കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നുള്ള ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കവേ ആവശ്യം പരിഗണിച്ച സുപ്രീം കോടതി വാദം കേൾക്കുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റി. വിപണി ഇടപെടലിനായി സപ്ലൈകോയ്ക്ക് കൂടുതൽ തുക അനുവദിച്ച ധനവകുപ്പ്. അനുവദിച്ചത് 100 കോടി രൂപ. 100 കോടിയുടെ ധനസഹായം നിത്യോപയോഗ സാധനങ്ങൾ 35% വരെ വില കുറച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി. ഓണത്തിന് മുന്നോടിയായി വിതരണക്കാർക്ക് കുടിശ്ശിക നൽകുന്നതിന് തുക വിനിയോഗിക്കുമെന്ന് ധനവകുപ്പ്. ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വകയിരുത്തിയത് 205 കോടി രൂപ. വയനാട്ടിലെ റിസോർട്ടിൽ വെച്ച് കൊട്ടേഷൻ സംഘം മർദ്ദിച്ചവശനാക്കിയെന്ന് യുവാവ്. താമരശ്ശേരിയിൽ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് യുവാവ് ഹർഷദ്. സംഘത്തിലെ 2 പേരെ മുൻപരിചയമുണ്ടെന്നും ഇവരുമായി സാമ്പത്തിക ഇടപാടില്ലെന്നും ഹർഷദ്. ഓൺലൈനിൽ ഇനി മദ്യവും വാങ്ങാം. പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവയുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാൻ കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ. പദ്ധതി ചർച്ചകളിൽ കേരളത്തിന് പുറമെ ഡൽഹി, ഹരിയാന, കർണാടക, പഞ്ചാബ്, ഗോവ, തമിഴ്നാട് എന്നിവരും. വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാതെ സംസ്ഥാന സർക്കാർ. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്നും വിട്ടുനിന്ന് കെ മുരളീധരൻ. യോഗത്തിൽ പങ്കെടുക്കാതെ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും. കെ മുരളീധരൻ ക്യാമ്പിനെത്തുമെന്നും രാഷ്ട്രീയ വനവാസത്തിന്റെ ആവശ്യം മുരളീധരനില്ലെന്നും രമേശ് ചെന്നിത്തല. ക്യാമ്പ് സംഘടിപ്പിച്ചത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ. ക്യാമ്പ് എക്സിക്യൂട്ടീവ് നാളെയും തുടരും. കണ്ണൂർ പരിപ്പായിയിൽ കണ്ടെത്തിയ നിധിയെന്ന് സംശയിക്കുന്ന വസ്തുക്കൾക്ക് 200 വർഷത്തിൽ താഴെ പഴക്കമെന്ന് നിഗമനം. പരിശോധന തുടർന്ന് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ വസ്തുക്കൾ ഉണ്ടോ എന്നറിയാൻ സ്ഥലത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തും. കുടങ്ങളിലാക്കി കൂടുതൽ വസ്തുക്കൾ കുഴിച്ചിടാൻ സാധ്യതയില്ലെന്ന് നിഗമനം. ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലും ഗോകുലം മാളിലും ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച വനംവകുപ്പ്. പരിപാടി സംഘടിപ്പിച്ചത് പാമ്പിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവത്കരണം നടത്തുക എന്ന ഉദ്ദേശത്തിൽ. മധ്യപ്രദേശിൽ ആദിവാസി യുവാവ് കസ്റ്റഡിയിൽ മരിച്ചു. വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ച ബന്ധുക്കൾ. കൊല്ലപ്പെട്ടത് പർധി സമുദായത്തിൽ നിന്നുള്ള ദേവപർധി എന്ന 25-കാരൻ. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചതെന്ന് പോലീസ്. ഹൃദയാഘാതമല്ല, കൊലപാതകമാണെന്ന് ബന്ധുക്കൾ. ദേവപർധിയും അമ്മാവനും അറസ്റ്റിലായത് മോഷണ കേസിൽ. പത്തനംതിട്ട വാഴമുട്ടത്ത് ഗ്യാസ് സിലിണ്ടർ ലീക്കായി അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. വാഴമുട്ട സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറാണ് ഇന്ന് ലീക്കായത്. പുതിയ സിലിണ്ടർ കണക്ട് ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം.
ഉടനെ ലീക്കായ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ വൻ ദുരന്തമൊഴിവായി. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കില്ല. കോഴിക്കോട് സരോവരം, ഹട്ട് റോഡ് ബീച്ച്, കാപ്പാട്, വടകര, സാൻഡ് ബാങ്ക്സ്, അരീപ്പാറ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് നാളെ അവധി. സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ രക്ഷിച്ച അഗ്നിരക്ഷാ സേന. കോഴിക്കോട് മുക്കം ദൈവത്തിൻകാവൽ സ്വദേശി പ്രമീളയുടെ പശുവാണ് സെപ്റ്റിക് ടാങ്കിൽ വീണത്. മുക്കം അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. ലോക സർപ്പ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സംസ്ഥാന വനം വകുപ്പ് വികസിപ്പിച്ച സർപ്പ ആപ്പിനെ കുറിച്ച് അറിവ് നൽകുന്ന കിയോസ്ക് സ്ഥാപിച്ചു. സർപ്പ ആപ്പ് ഉപയോഗിച്ചാൽ പാമ്പുകളെക്കുറിച്ചും പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടാൻ പരിശീലനം ലഭിച്ച സംസ്ഥാനത്തുള്ള 820 റെസ്ക്യൂവർമാരുടെ ജില്ല തിരിച്ചുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ലഭിക്കും. പരിപാടിക്ക് സോഷ്യൽ ഫോറസ്ട്രി ഉത്തരമേഖല കൺസർവേറ്റർ ആർ കീർത്തി നേതൃത്വം നൽകി. ഈ വർഷത്തെ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ബാക്കിയുള്ള ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. തീർത്ഥാടനം കുറ്റമറ്റതാക്കി തീർക്കാനാണ് ശ്രമമെന്നും മന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കനത്ത മഴയിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ കടമുറി ഇടിഞ്ഞു വീണു. കാന്തലാട് വില്ലേജിൽ കൊയിലാട്ട മുക്ക് സ്വദേശി ഷാജിയുടെ കടയാണ് ശക്തമായ മഴയിൽ ഭാഗികമായും തകർന്നത്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയ്ക്കെതിരെ പാലക്കാട് ജില്ലയിലെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ യുവജന പ്രതിഷേധം. ബ്ലോക്ക് പ്രസിഡന്റ് ഷാജ് മോഹൻ അധ്യക്ഷനായി. പുതുശ്ശേരി ബ്ലോക്കിൽ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തെക്കൻ മൈനാഗപ്പള്ളി ചിത്രവിലാസം സ്കൂളിന് സമീപം തമ്പസ്യ വീട്ടിൽ സജിത് കുമാറിനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച ഭരണിക്കാവ് ജംഗ്ഷന് സമീപം വെച്ച് കുട്ടിയെ ആളൊഴിഞ്ഞ പുരയിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി കേസ്. നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറി. രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് മൊബൈൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച സ്വകാര്യ ടെലികോം കമ്പനികളുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ഡിവൈഎഫ്ഐ പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റി. നിരക്ക് വർധനയ്ക്കെതിരെയും പ്രതിഷേധം. യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനന്തു പി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി തീരുമാനിച്ച സംരംഭങ്ങളിൽ ഒന്നായ ഭവന പദ്ധതിയുടെ താക്കോൽ ദാന കർമ്മം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു. മനുഷ്യനെ കരുതുന്ന ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പതിവില്ലാത്ത വിധം കോളറയും പനിയും ഇതര സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സർക്കാരിനുണ്ടായ പരാജയം സാഹചര്യം ഗുരുതരമാക്കിയെന്നും എം പി. രോഗികൾക്ക് യഥാസമയം ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ മരുന്ന് ലഭ്യമാക്കുന്നതിനും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ. ബൈക്കിൽ കടത്തുകയായിരുന്ന MDMA-യുമായി 3 പേർ പിടിയിൽ. മണ്ണെങ്ങോട് അത്താണി സ്വദേശി മുഹമ്മദ് ഫാസിൽ, മൂർക്കനാട് സ്വദേശി പൂഴിക്കുന്നത്ത് സൈത്തലവി, ചെറുകോട് ഓവുങ്ങൽത്തോട് സ്വദേശി അഷ്റഫ് എന്നിവരാണ് മണ്ണെങ്ങോട് അത്താണിയിൽ വെച്ച് പിടിയിലായത്. ഇവരിൽ നിന്ന് ഏകദേശം 20 ഗ്രാം MDMA ഡാൻസഫ് സംഘം പിടിച്ചെടുത്തു.
സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുടെ സുരക്ഷാ അവാർഡുകൾ കമ്പനികൾക്ക് സമ്മാനിച്ചു. വ്യവസായ സംരംഭങ്ങൾക്ക് ഉള്ള അവാർഡാണ് നൽകിയത്. കർഷകർക്ക് വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു KV രാമകൃഷ്ണൻ എന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു കൃഷ്ണൻ. KV രാമകൃഷ്ണൻ സ്മാരക കർഷക അവാർഡ് വിതരണം പാലക്കാട് സൂര്യരശ്മി ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്തു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസന്നൻ MLA അധ്യക്ഷത വഹിച്ചു. ഉത്തരാഖണ്ഡിലെ പുണ്യ തടാകത്തിന് സമീപം അനധികൃതമായി ക്ഷേത്രം നിർമ്മിച്ച സ്വയം പ്രഖ്യാപിത ആൾദൈവം ബാബ ചൈതന്യ ആകാശ് ക്ഷേത്രം നിർമ്മിച്ചത് ഉത്തരാഖണ്ഡ് ബാഗേശ്വർ ജില്ലയിലെ സുന്ദർദുംഗ നദിയിലെ പുണ്യ തടാകത്തിന് സമീപം. ക്ഷേത്രം നിർമ്മിക്കാൻ തനിക്ക് സ്വപ്നത്തിൽ ദൈവകൽപ്പന ലഭിച്ചതായി ചൈതന്യ ആകാശ്. പരിസ്ഥിതി ലോല പ്രദേശത്ത് അനധികൃതമായി ക്ഷേത്രം പണിതതിനെതിരെ കേസെടുത്തു പോലീസ്. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ആന്റി നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെയും അനുബന്ധ പ്രശ്നങ്ങളെയും കുറിച്ച് ആർക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ വിളിച്ചറിയിക്കാം. ഹെൽപ്പ് ലൈൻ ഈ ആഴ്ച ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ടോൾ ഫ്രീ നമ്പർ 1933. നീതി ആയോഗിന്റെ പരിഷ്കരിച്ച ഘടനയ്ക്ക് അംഗീകാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെയർപേഴ്സണായി പ്രധാനമന്ത്രിയും ഉപാധ്യക്ഷനായി സാമ്പത്തിക വിദഗ്ധൻ സുമൻ കെ ബെറിയും തുടരും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ, നിർമ്മല സീതാരാമൻ എന്നിവരായിരിക്കും 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. മുൻ റോൾസ് റോയ്സ് ഹെഡ് ഡിസൈനർ ഇയാൻ കാമറൂൺ മോഷണ ശ്രമത്തിനിടെ അക്രമിയുടെ കുത്തേറ്റ് മരിച്ചു. ഇയാന് കുത്തേറ്റത് ജർമ്മനിയിലെ വസതിയിലുണ്ടായ മോഷണ ശ്രമത്തിനിടെ ഇയാനൊപ്പമുണ്ടായിരുന്ന ഭാര്യ വെറീന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ച ഗാരേജിന്റെ വൈദ്യുതി കേബിളുകൾ പ്രതി മുറിച്ചു മാറ്റുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായുള്ള തിരച്ചിലും പുരോഗമിക്കും. തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി അറസ്റ്റിലായത് മുതിർന്ന AIADMK നേതാവായ MR വിജയഭാസ്കർ. 100 കോടി രൂപ വിലമതിക്കുന്ന 22 ഏക്കർ ഭൂമി വിജയഭാസ്കറും സഹായികളും ചേർന്ന് വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്തെന്നാണ് കേസ്. ടാറ്റ കൺസൾട്ടൻസി സർവീസും BSNL-ഉം 15,000 കോടി രൂപയുടെ പുതിയ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ. TCS-ഉം BSNL-ഉം ചേർന്ന് ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നതായും രാജ്യത്തെ 4 മേഖലകളിൽ വലിയ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതായും TCS CEO. ഇത് രാജ്യത്തിന്റെ 4G ഇൻഫ്രാസ്ട്രക്ചറിന് മുതൽക്കൂട്ടാകും. നിലവിൽ 4G ഇന്റർനെറ്റ് സേവന വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത് ജിയോയും എയർടെലും. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ കൂടുതൽ അറസ്റ്റുമായി CBI. അറസ്റ്റ് ചെയ്തത് ബീഹാർ ഹസാരിബാഗിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ട്രങ്കിൽ നിന്ന് ചോദ്യപേപ്പർ മോഷ്ടിച്ചയാളെയും കൂട്ടാളിയെയും. മുഖ്യപ്രതി പങ്കജ് കുമാറിനെ പട്നയിൽ നിന്നും കൂട്ടാളി രാജു സിംഗിനെ ജാംഷഡ്പൂരിൽ നിന്നും പിടികൂടി. ചോദ്യപേപ്പർ വിതരണം ചെയ്തത് രാജു സിംഗ് എന്ന് കണ്ടെത്തൽ. മെഡിക്കൽ പ്രവേശന പരീക്ഷാ ക്രമക്കേടിൽ CBI ഇതുവരെ അറസ്റ്റ് ചെയ്തത് 60ഓളം പേരെ. കോടി രൂപയിൽ താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡ.
399 ദിവസങ്ങളിലും 333 ദിവസങ്ങളിലുമുള്ള നിക്ഷേപ കാലാവധിയിൽ മൺസൂൺ ധമാക്ക ഡെപ്പോസിറ്റ് സ്കീമും ബാങ്ക് അവതരിപ്പിച്ചു. സാധാരണക്കാർക്ക് 7.25%, മുതിർന്ന പൗരന്മാർക്ക് 7.75% പലിശ നിരക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നത് ഇന്നലെ മുതൽ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്രം. ആന്ധ്രയ്ക്ക് പാക്കേജിന് സമ്മർദ്ദവുമായി ചന്ദ്രബാബു നായിഡു. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും വികസന പദ്ധതികൾ നിലച്ചെന്നും നായിഡുവിന്റെ TDP നരേന്ദ്രമോദി സർക്കാരിലെ പ്രമുഖ ഘടകകക്ഷി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് 23-ന്. വിവാദ ട്രെയിനി IAS ഉദ്യോഗസ്ഥ പൂജ ഗേത്കറിന്റെ ഔദ്യോഗിക രേഖകളിൽ കൂടുതൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഔദ്യോഗിക രേഖകളിൽ പ്രായത്തിലും പേരിലും വ്യത്യാസമുണ്ടെന്ന് പുതിയ കണ്ടെത്തൽ. ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് 2020-2023 വർഷങ്ങളിൽ നൽകിയ അപേക്ഷയിൽ. 3 വർഷത്തെ ഇടവേള ഉണ്ടായിരുന്നിട്ടും അപേക്ഷയിൽ 1 വർഷത്തെ പ്രായ വ്യത്യാസം മാത്രം. 2020-ൽ ഗേത്കർ പൂജ ദിലീപ് റാവു എന്നും 2023-ൽ പൂജ മനോരമ ദിലീപ് ഗേത്കർ എന്നും പേരുകൾ. സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ 27.5% വർധന പ്രഖ്യാപിച്ചു കർണാടക സർക്കാർ. 7ാമത് ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കാൻ തീരുമാനം. വർധനയുണ്ടാവുക 7 ലക്ഷത്തിലധികം ജീവനക്കാരുടെ ശമ്പളത്തിൽ. നടപടി സർക്കാർ ജീവനക്കാരുടെ സംഘടന ഓഗസ്റ്റ് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ. ഇതുവഴി സർക്കാരിന് പ്രതിവർഷം 17,440 കോടിക്ക് മുകളിൽ അധിക ബാധ്യത ഉണ്ടാകും. ഛത്തീസ്ഗഡിലെ സുക്മയിൽ 4 നക്സലൈറ്റുകൾ പോലീസിൽ കീഴടങ്ങിയത് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന നക്സലൈറ്റുകൾ. ദിവസങ്ങൾക്ക് മുൻപ് സുക്മയിൽ മുൻ നക്സലൈറ്റിനെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയിരുന്നു. മുൻ നക്സൽ നേതാവ് വാസയെയാണ് മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയത്. ബീഹാർ മുൻ മന്ത്രി മുകേഷ് സഹാനിയുടെ പിതാവ് ജിതൻ സഹാനിയെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായും നടക്കുന്നത് ശാസ്ത്രീയ അന്വേഷണമെന്നും ADGP ജിതേന്ദ്ര ഗാഗ്വാർ. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. വെളിപ്പെടുത്തലുകൾ ഉടനുണ്ടാകുമെന്നും പോലീസ്. സുപ്രീം കോടതിയിൽ പുതിയ 2 ചീഫ് ജസ്റ്റിസുമാർ. ജസ്റ്റിസ് N കോടീശ്വർ സിംഗ്, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരുടെ നിയമനങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നിയമനം പ്രഖ്യാപിച്ചത്. ജസ്റ്റിസ് N കോടീശ്വർ സിംഗ് മണിപ്പൂരിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ജഡ്ജി. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടക്കം 34 ജഡ്ജിമാർ. എയർ ഇന്ത്യ എക്സ്പ്രസ് 2 പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചു. മുംബൈ കുവൈത്ത്, മുംബൈ മംഗലാപുരം സർവീസുകളാണ് ആരംഭിച്ചത്. ഇതോടെ ആഴ്ചയിൽ എയർ ഇന്ത്യ മുംബൈയിലേക്ക് നടത്തുന്ന സർവീസുകളുടെ എണ്ണം 112 ആയി. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഒരുങ്ങിയ ആന്ധ്ര സർക്കാർ. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് നന്യാലിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് 3 ആൺകുട്ടികൾ 9 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം മുച്ചുമാരി ഗ്രാമത്തിലെ കനാലിലേക്ക് തള്ളിയിട്ടത് ജൂലൈ 7-ന്. ഇന്ത്യയിലെ ടോപ്പ് 100 റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഹൂറൂൺ പട്ടിക പുറത്തിറക്കി. ഹൂറൂൺ ഗ്രോഹെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്ന് 3 കമ്പനികൾ. 67-ാം സ്ഥാനത്ത് സ്കൈലൈൻ ബിൽഡേഴ്സും 73-ാം സ്ഥാനത്ത് SFS ഹോംസും 96-ാം സ്ഥാനത്ത് അസറ്റ് ഹോംസും എന്നിവയാണ് കേരളത്തിൽ നിന്ന് പട്ടികയിലുള്ളവർ. 2,02,140 കോടി രൂപ മൂല്യത്തോടെ 1-ാം സ്ഥാനത്തുള്ളത് DLF. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ആകെ മൂല്യം ഒമാന്റെയും ശ്രീലങ്കയുടെയും മൊത്ത ആഭ്യന്തര ഉത്പാദനത്തെക്കാൾ വലുതാണെന്നും റിപ്പോർട്ടിൽ.
ഗൗരി ലങ്കേഷ് വധക്കേസ് പ്രതികൾക്ക് ജാമ്യം. മുഖ്യപ്രതി അമിത് ദിഗ്വികർ ഉൾപ്പെടെ 3 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് കർണാടക ഹൈക്കോടതി. നടപടി കേസിൽ വിചാരണ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യപ്രതികളായ അമിത് ദിഗ്വികർ, KD നവീൻ കുമാർ, HL സുരേഷ് എന്നിവർക്കാണ് ജാമ്യം. കർണാടക ദേശീയപാതയ്ക്ക് സമീപം മണ്ണിടിഞ്ഞൊരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെ 7 പേർ മരിച്ചു. മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചത് ദേശീയപാതയിലെ ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് 5 പേരും ഗ്യാസ് ടാങ്കർ ലോറി ഡ്രൈവറും ക്ലീനറും. ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഇവർ താഴെയുള്ള ഗംഗാവാലി പുഴയിലേക്ക് ഒലിച്ചുപോയെന്ന വിവരം. പുഴയിലേക്ക് പതിച്ച ടാങ്കറിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിക്കാനും നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണത്തിനായി വൻ തുക സംഭാവന ചെയ്യാൻ ഇലോൺ മസ്കിന് പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത വാൾ സ്ട്രീറ്റ് ജേണൽ. ട്രംപിന്റെ പ്രചാരണ ചെലവുകൾക്കായി 376 കോടിയോളം രൂപ ടെസ്ല സ്പേസ് എക്സ് CEO മസ്ക് സംഭാവന ചെയ്യുമെന്ന് റിപ്പോർട്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാമനിർദ്ദേശം ട്രംപ് ഔദ്യോഗികമായി സ്വീകരിക്കുക 18-ാം തീയതി. US തെരഞ്ഞെടുപ്പ് നവംബർ 5-ന്. ഗുജറാത്തിൽ 8 കുട്ടികളുടെ മരണത്തിന് കാരണം ചന്ദിപുര വൈറസ് ബാധയേറ്റെന്ന് സംശയം. 14 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഒമാനിൽ ദുഗം തീരത്തോട് ചേർന്ന് എണ്ണക്കപ്പൽ മറിഞ്ഞു. കാണാതായ ജീവനക്കാരിൽ 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും. അപകടത്തിൽപ്പെട്ടത് പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പൽ. തിരച്ചിൽ തുടരുന്നുവെന്ന് മാരിടൈം സെക്യൂരിറ്റി സെന്റർ. സൗദി അറേബ്യയിലും ഡിജിറ്റൽ പേയ്മെന്റിന് വേഗത കൂടുന്നു. ബാങ്കിംഗ് മേഖലയെ ആധുനികവും ലളിതവുമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നീക്കങ്ങൾ. ഡിജിറ്റൽ പേയ്മെന്റ്, ഇ-കൊമേഴ്സ് തുടങ്ങിയ സൗകര്യങ്ങൾ കൂടുതൽ അനുവദിക്കാൻ സർക്കാർ. ഡിജിറ്റൽ പേയ്മെന്റ് ശക്തമാകുന്നത് സൗദി സർക്കാരിന്റെ വിഷൻ 2030 പദ്ധതി പ്രകാരം. ലക്ഷ്യം ടൂറിസം വളർച്ച. ഇലക്ട്രിക് SUV തിരിച്ചുവിളിച്ച് പരിശോധിക്കാൻ കിയ. നടപടി തകരാർ സൗജന്യമായി പരിഹരിച്ചു നൽകാൻ. കമ്പനി തിരിച്ചുവിളിക്കുന്നത് 2022 മാർച്ച് 3 മുതൽ 2023 ഏപ്രിൽ 14 വരെ കമ്പനി പുറത്തിറക്കിയ EV6 ഇലക്ട്രിക് SUVയുടെ 1138 യൂണിറ്റുകൾ. തീരുമാനം 12 വോൾട്ട് ഓക്സിലറി ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ചാർജിംഗ് കൺട്രോൾ യൂണിറ്റിലെ ചെറിയ പിഴവ് സൗജന്യമായി പരിഹരിച്ചു നൽകാൻ. തകരാറ് കണ്ടെത്തിയ വാഹന ഉടമകളെ നേരിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിച്ചു നൽകുമെന്നും കമ്പനി. ഗസയിൽ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം. 57 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആക്രമണം അൽ മവാസിയിലും സെൻട്രൽ ഗസയിലെ UN നടത്തുന്ന സ്കൂളിന് നേരെയും. ഗസ മുനമ്പിൽ പോരാട്ടം തുടരും. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഏറ്റുമുട്ടൽ. 100ഓളം പേർക്ക് പരിക്ക്. ഏറ്റുമുട്ടൽ സർക്കാർ ജോലികൾക്കായുള്ള സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന പ്രതിഷേധത്തിൽ. ഏറ്റുമുട്ടൽ സംവരണ വിരുദ്ധ സമരക്കാരും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനാ അംഗങ്ങളും തമ്മിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതിൽ ദുരൂഹത വർദ്ധിപ്പിച്ച കൂടുതൽ ദൃശ്യങ്ങൾ. ചർച്ചയാകുന്നത് ട്രംപിന് വെടിയേൽക്കുമ്പോൾ പിന്നിലിരുന്ന സ്ത്രീയുടെ സംശയാസ്പദമായ പെരുമാറ്റം. അപകട ദൃശ്യങ്ങൾ യുവതി ഫോണിൽ പകർത്തുന്നത് വീഡിയോയിൽ. വരാനിരുന്ന അപകടത്തെക്കുറിച്ച് സൂചനയുണ്ടായിരുന്നതായി സംശയം. വെടിയുതിർക്കുന്നതിന് മുൻപ് അക്രമകാരിയെ കണ്ടെത്തിയിട്ടും വെടിയുതിർത്തതിനു ശേഷം മാത്രം രഹസ്യാന്വേഷണ സംഘം ഇയാളെ വധിച്ചെന്നതിലും ദുരൂഹത. അഫ്ഗാനിസ്ഥാനിൽ കനത്ത നാശം വിതച്ച് കൊടുങ്കാറ്റ്. കനത്ത കാറ്റിലും മഴയിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ 40 പേർ മരിക്കുകയും 400ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. സുർഖ് റോഡ് ജില്ലയിൽ
വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു, 4 പേർ ചികിത്സയിൽ. 400 വീടുകൾ തകർന്നു. വൈദ്യുതി ബന്ധവും വാർത്താവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരുമെന്ന് ആരോഗ്യ മന്ത്രാലയം. പാകിസ്ഥാനിലെ ബന്നു സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണം. ആക്രമണത്തിൽ 8 പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ആക്രമണ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം താവളത്തിന്റെ ചുറ്റുമതിലിൽ ഇടിച്ച്. സംഭവത്തിൽ 10 ആക്രമികളെയും വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനായി എല്ലാ മാസവും $4.5 കോടി വീതം നൽകുമെന്ന വാർത്ത നിഷേധിച്ച ടെസ്ല സിഇഒ ഇലോൺ മസ്ക്. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ വാർത്തയ്ക്ക് മറുപടിയായാണ് മസ്കിന്റെ എക്സ് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം വധശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ട്രംപിന് പിന്തുണ അറിയിച്ച മസ്ക് രംഗത്തെത്തിയിരുന്നു. ദോഡയിൽ ഭീകരാക്രമണം. മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിനായി ജീവൻ ബലി നൽകിയ ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ MV സുജേന്ദ്രകുമാർ. ആദരാഞ്ജലികൾ അർപ്പിച്ചത് ക്യാപ്റ്റൻ ബ്രിജേഷ് ഥാപ്പ, നായിക് D രാജേഷ്, ശിപ്പായി വിജയേന്ദ്ര, ശിപ്പായി അജയ് കുമാർ സിംഗ് എന്നിവർ. കൊല്ലം വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന് തുടക്കം. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണകുമാർ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. രാമായണ കഥയുമായി അഭേദ്യമായ ബന്ധമുള്ളതും ശ്രീരാമന്റെ പൂർണ്ണകായ പ്രതിമയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM മുൻ ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് K അനന്തഗോപൻ എഴുതിയ പുസ്തകം ഓർമ്മകളുടെ വസന്തം ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകാശനം ചെയ്യും. ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് മന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങും. തിരുവല്ല ബിലീവേഴ്സ് യൂത്ത് സെന്റർ ഹാളിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ മാത്യു T തോമസ് MLA അധ്യക്ഷത വഹിക്കും. വിനീത് ശ്രീനിവാസൻ നായകനാകുന്ന കോമഡി എന്റർടൈനർ ഒരു ജാതി ജാതകം റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഓഗസ്റ്റ് 22-ന് തിയേറ്ററുകളിലെത്തും. അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം M മോഹനൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഷാരൂഖ് ഖാന്റെ ഏറ്റവും പുതിയ ചിത്രമായ കിങ്ങിൽ വില്ലനാകാൻ അഭിഷേക് ബച്ചൻ. അഭിഷേകിന്റെ സിനിമയിലെ സാന്നിധ്യം സ്ഥിരീകരിച്ച അമിതാഭ് ബച്ചൻ. ചിത്രീകരിച്ചത് മകൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് അമിതാഭ് ബച്ചൻ എക്സിൽ പങ്കുവച്ച പോസ്റ്റ്. സുജോയ് ഘോഷ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷാരൂഖ് ഖാന്റെ മകൾ സുഹാനയും മറ്റൊരു പ്രധാന വേഷത്തിലെത്തും. CPM MPയുടെ നോവൽ സിനിമയാക്കാൻ ശങ്കർ. സിനിമ ഒരുക്കുന്നത് CPM MPയും തമിഴ് നോവലിസ്റ്റുമായ വെങ്കിടേഷിന്റെ വേൽപ്പാരി എന്ന നോവലിനെ ആധാരമാക്കി. ഒരുങ്ങുന്നത് ശങ്കറിന്റെ കരിയറിലെ ആദ്യ പീരിയോഡിക് ചിത്രം. ചിത്രം എത്തുക 3 ഭാഗങ്ങളായുള്ള സീരീസായി. അഭിനയിക്കുന്ന ഒരു പുത്തൻ ആൽബം സോങ് റിലീസിനൊരുങ്ങുന്നു. ഹബീബി ട്രിപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗാനത്തിന്റെ ടീസർ റിലീസ് ചെയ്തു. ഗാനത്തിന്റെ റിലീസ് ജൂലൈ 19-ന് വൈകുന്നേരം 6 മണിക്ക്. വരികൾ രചിച്ച് ആലപിച്ചത് ഡാപ്സി. ധനുഷ് സംവിധായകനും നായകനുമാകുന്ന പുതിയ ചിത്രം റായന്റെ ട്രെയിലർ പുറത്ത്. ചിത്രത്തിൽ പ്രകാശ് രാജ്, നിഷാര വിജയൻ, SJ സൂര്യ എന്നിവരെ കൂടാതെ മലയാളി താരങ്ങളായ കാളിദാസ് ജയറാം, അപർണ ബാലമുരളി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. റായൻ ജൂലൈ 26-ന് തിയേറ്ററുകളിലെത്തും.
രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 11:30 റിലീസ് ചെയ്യും. വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ നിർമ്മാണം RS ഇൻഫോർടൈൻമെന്റ്, ഗ്രാസ് റൂട്ട് ഫിലിം കമ്പനിയും സംയുക്തമായി. പീരിയഡ് ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊരുങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ പ്രേക്ഷകർ. റയൽ മാഡ്രിഡിനായി കളിക്കാനാകുന്നത് സ്വപ്ന സാക്ഷാത്കാരമെന്ന് എംബാപ്പെ. പ്രതികരണം: റയൽ സംഘടിപ്പിച്ച ഔദ്യോഗിക അവതരണ ചടങ്ങിൽ തന്നെ ടീമിലെത്തിച്ച എല്ലാവർക്കും താരം നന്ദി പറഞ്ഞു. ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം പരിശീലകൻ ഗാരറ്റ് സൗത്ത്ഗേറ്റ് രാജിവെച്ചു. യൂറോ കപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെയാണ് രാജി. ഇംഗ്ലണ്ടിനെ 2 യൂറോ കപ്പ് ഫൈനലിലും ലോകകപ്പിൽ 3-ാം സ്ഥാനത്തും എത്തിച്ച പരിശീലകനാണ് ഗാരറ്റ് സൗത്ത്ഗേറ്റ്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രെറ്റ് ലീ. ഗംഭീറിന്റെ അഗ്രസീവ് മെന്റാലിറ്റി ഏറെ ഗുണം ചെയ്യുമെന്നും പരാമർശം. ലഭിച്ച അവസരങ്ങളിൽ ഗംഭീർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെന്നും ബ്രെറ്റ് ലീ. നോർഡിയ ഓപ്പൺ ജയത്തോടെ തുടങ്ങി സ്പാനിഷ് ഇതിഹാസം റാഫേൽ നദാൽ സ്വീഡൻ താരം ലിയോ ബെർഗിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. സ്കോർ 6-3, 6-4 എന്നിങ്ങനെ. അൽബേനിയൻ സ്ട്രൈക്കർ അമാൻഡോ സാദിഗുവിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങി FC ഗോവ. താരവുമായി ക്ലബ്ബ് ധാരണയിലെത്തിയതായി റിപ്പോർട്ട്. താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സും രംഗത്തുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ അക്കാദമി തുടങ്ങാൻ IPL ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. അക്കാദമി ആരംഭിക്കുക ഓസ്ട്രേലിയൻ തലസ്ഥാനമായ സിഡ്നിയിൽ. ഇതോടെ ചെന്നൈയുടെ വിദേശ അക്കാദമിയുടെ എണ്ണം 3 ആകും. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി പരിശീലനം ആരംഭിച്ച ഇന്ത്യൻ താരങ്ങൾ അവിനാഷ് സാംബ്ലെ, പരുൾ ചൗധരിയുമാണ് സ്വിറ്റ്സർലൻഡിൽ പരിശീലനത്തിനെത്തിയത്. താരങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ച സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.